ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കൂടി കപ്പിൾ കൗൺസിലിങ്ങിന് വേണ്ടി വന്നതാണ്. അവരുടെ പരാതി എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുകയാണ് സ്വന്തം അമ്മയെ സംബന്ധിച്ച്, അതായത് അമ്മായിയമ്മയെ സംബന്ധിച്ച്. അമ്മായിയമ്മയെ ഈ ഭാര്യയെ അവഹേളിക്കുന്നുണ്ട്, തരം താഴ്ത്തി കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഭാര്യയുടെ പരാതി. അതും പറഞ്ഞുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കുകയാണെന്നാണ് ഭർത്താവ് പറയുന്നത്. ഞാൻ അവരെ സെപ്പറേറ്റ് ഇരുന്ന് സംസാരിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ഭാര്യ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അംഗീകാരമോ മറ്റൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സപ്പോർട്ട് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഉപരി ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ ഭർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചു. തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും വാട്സപ്പിൽ ഭാര്യ ഒന്ന് അഭിനന്ദിക്കുക. അത് പഴയ കാലത്തെ, കാരണം ഒരു 10-11 വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരേക്കുള്ള കുടിശ്ശിക കിടക്കുന്നത് അഭിനന്ദിക്കാനുള്ളത്. അത് ഓരോന്നെടുത്തുകൊണ്ടും അഭിനന്ദന കുറിപ്പുകൾ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുക. ഒരു വീട്ടിൽ തന്നെയാണ്, എന്നാലും അത് മൊബൈലുണ്ടല്ലോ, രണ്ടുപേർക്ക് മൊബൈലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും 1-2 അഭിനന്ദനങ്ങൾ കൊടുക്കുക. പല കാര്യങ്ങൾ അത് ജെനുവിനായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കൃത്യമായിട്ട് പാലിക്കാനും തുടങ്ങിയത്. പിറ്റത്തെ കൗൺസിലിൽ വന്നപ്പോൾ തന്നെ അവരുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു. ഭാര്യ വളരെ സന്തോഷവതിയാണ്. അവർ പറഞ്ഞിപ്പോൾ ഭർത്താവ് നല്ല സപ്പോർട്ടുണ്ട്. എന്താണ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മായിമ്മയുടെ ഭാഗത്ത് ഒരു മാറ്റവുമില്ല, അതേപോലെ തന്നെയുണ്ട്. അമ്മായിമ്മ കുത്തുവാക്കുകൾ പറയുന്നുണ്ട്, മരുമകളെ മോശമാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ട്. പക്ഷേ മരുമകൾക്ക് പരാതിയില്ല. അതിന് കാരണം പ്രധാനമായിട്ട് ഇവിടുന്ന് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഇഞ്ചക്ഷൻ പോലെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പിന്നെ അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യയ്ക്ക് അത് വളരെ മനസ്സിൽ വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കി. ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അംഗീകരിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ തന്നെ അവർക്കൊരു ഉള്ളിലൊരു ഒരു 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 സെക്യൂരിറ്റി ഫീലിംഗ് കടന്നു വന്നുള്ളത്. അപ്പോൾ അപ്രീസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ദൃഢമായി നിൽക്കാൻ. അമ്മായിമ്മ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ മരുമകളെ മോശമായി ചിത്രീകരിക്കുന്ന അമ്മായിമാരുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ചില പ്രായമായിട്ടുള്ള അമ്മായിമാരൊന്നും അത്ര എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ഭാര്യമാരൊക്കെ വളരെ സന്തോഷവതിയാകും. ഒരു പരിധി വരേക്കൊക്കെ അവിടുത്തെ കുടുംബ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ എന്താ അവർ സഹിച്ചു പൊയ്ക്കോളും. ഈ ഒരു മരുന്ന് കൊടുത്താൽ, അപ്രീസിയേഷൻ മരുന്ന് എന്ന് പറയുന്ന മരുന്നായിട്ട് നന്നായിട്ട് എല്ലാ ദിവസവും കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ അത് സംഭവിക്കും.